ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് മോർണിംഗ് വിശേഷം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എഴുന്നേൽക്കാൻ വൈകിപ്പോയേ. ഒരു 8 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ എഴുന്നേൽക്കാൻ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരട്ടത്തല പക്ഷിയുണ്ട്, അത് വന്ന് ജനൽമ ഇങ്ങനെ കൊട്ടും. ഒരു 7 മണിക്ക് 7:30 8 മണിക്കാണ് അവളുടെ വരവ്. അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവളോടും കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം ഞാൻ വേഗം പോയി വാതിൽ തുറന്ന് ഗ്രില്ലൊക്കെ തുറക്കാൻ വേണ്ടി പൂട്ടിയിട്ടതായിരുന്നു ഇന്നലെ. അപ്പോൾ ആരും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ പൂട്ടിയിട്ടു, കിടന്നുറങ്ങി. രാവിലെ പോയി ഗ്രില്ലൊക്കെ തുറന്ന് അങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ തണുത്ത കാലാവസ്ഥയാണ്, മൂടൽമഞ്ഞും ചെറുതായിട്ടുള്ളൊരു മൂടലുണ്ട്. പിന്നെ പ്രകൃതി വലിയൊരു സുഖമുള്ള പ്രകൃതിയൊന്നുമല്ല. അപ്പോൾ വേഗം കുറച്ച് നേരം മുറ്റത്തു കൂടെ ഒക്കെ അങ്ങനെ നടന്ന് കുറച്ച് നേരം അതിലെങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും ഫ്രഷ് ആവുന്നതിന് മുമ്പ് പോയിട്ട് ചായക്ക് വെള്ളം വെക്കാമെന്ന് വിചാരിച്ച് വേഗം അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലേക്ക് ചെന്ന് ചായപാത്രം എടുത്ത് അത് കഴുകി അതിൽ വെള്ളം വെക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അങ്ങനെ എൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് ഓപ്പൺ ചെയ്താലോ. വേണ്ട, ഏതായാലും എല്ലാം ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോയി യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് വീഡിയോസൊക്കെ കാണാം എന്ന് വിചാരിച്ചു. പിന്നെ വേഗം ഗ്യാസ് കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ബാത്റൂം പോയി ഫ്രഷായി വന്നു. അതിനുശേഷം പിന്നെ വീട്ടിൽ പിന്നെ കമ്മലും മാല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ലല്ലോ. വീട്ടിലാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇട്ടത്. ജോലിക്കൊക്കെ പോകുമ്പോൾ എന്തായാലും കമ്മൽ ഇടാറില്ല. എൻ്റെ കൊലം കണ്ട് ആരും പേടിച്ചു പോകുന്നു വേണ്ട. പിന്നെ അതിനുശേഷം പിന്നെ ചായക്ക് തിളയ്ക്കുന്നതിന് മുമ്പ് പോയിട്ട് മുറ്റടിച്ച് തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി ചൂലൊക്കെ എടുത്ത് മുറ്റടിച്ച്. എനിക്കധികം കൊമ്പിട്ടടിക്കാൻ പറ്റില്ല, എൻ്റെ പിന്നെ നട്ടലിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട്. എന്നാലും എനിക്ക് പരമാവധി പിന്നെ കുമ്പിട്ട് മുറ്റടിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ മുറ്റടിച്ച് വാരി. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് കുറച്ച് വിറകൊക്കെ അവിടെ പെറുക്കിക്കാണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി വെച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ കിച്ചണിലേക്ക് വന്നു. കിച്ചണിൽ വന്ന് ഇനി എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴും ഞാൻ വെച്ച് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട, ബ്രെഡ് അങ്ങ് പൊരിക്കാം എന്ന് വിചാരിച്ച് പിന്നെ ഫ്രിഡ്ജിൽ ബ്രെഡ് വെച്ചിരുന്നു. വേഗം ബ്രെഡൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ബ്രെഡ് വെച്ച് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അങ്ങനെ വേഗം ബ്രെഡ് പൊരിച്ചെടുത്തു. ഒരടുപ്പത്ത് ചോറ് പിന്നെ അടുപ്പിൽ കുറച്ച് നേരം വേവിച്ചു. പിന്നെ വിറകിൻ്റെ ക്ഷാമം കാരണം ഗ്യാസിൽ കൊണ്ടുവന്ന് വെച്ചു. ഒന്നും കൂടി ഒന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഒരടുപ്പത്ത് ചോറിന് വെള്ളം വെച്ചു, ചോറും വെച്ചു. മറ്റൊരടുപ്പത്ത് ഞാൻ പിന്നെ ബ്രെഡും പൊരിച്ചെടുത്തു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇന്നലെ നേരത്തെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഭയങ്കര വിശപ്പ് തോന്നി. അപ്പോൾ ഞാൻ എന്താക്കി ഒരു 3 ബ്രെഡ് എടുത്തു. അത് വേഗം കുറേ കട്ടൻ ചായയാണ്, പാലില്ലാത്തത് കൊണ്ട് കട്ടൻ ചായയാണ് ഞങ്ങളത് യൂസ് ചെയ്യാറുള്ളത്. രാവിലെ മാത്രമേ കട്ടൻ ചായ കുടിക്കാറുള്ളൂ, വൈകിട്ട് ചായ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ തലേന്ന് വെച്ചൊരു കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ രാവിലെ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്നു, നന്നായി ചൂടാക്കി വെച്ചിരുന്നു. അല്ലെങ്കിൽ അതും ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല, എന്നാലും 1 കഷ്ണം 2 കഷ്ണമൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. ചിക്കനും എടുത്ത് ബ്രെഡും കൂടി അതിലങ്ങനെ മുക്കി തിന്നപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വേഗം ഇരുന്ന് കഴിച്ച്. മോനെ എഴുന്നേറ്റിട്ടില്ല, അവനെ എണീക്കണമെങ്കിൽ കുറച്ചും കൂടി ടൈമാവും. ഇങ്ങനെ വീട്ടിലുള്ള ദിവസങ്ങളിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ, ജോലിക്ക് പോകുമ്പോൾ അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു കിളി, ആ കിളി വന്ന് വീണ്ടും ഞാൻ നീച്ചില്ല വെച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കി. അതിനുശേഷം വേഗം വന്ന് ഞാൻ ഇന്ന് സാമ്പാർ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് വേഗം സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ അരിഞ്ഞ് അത് അടുപ്പത്തിച്ച് സാമ്പാറായി. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി. ബീട്രൂട്ട് ഉപ്പേരി മോന് ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും പപ്പടവും കച്ച എന്ന് വെച്ചു. പിന്നെ കുറച്ച് 2-3 മുളക് ഉണ്ടായിരുന്നു, ആ മുളകും എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വേഗം പിന്നെ അടുക്കളപ്പണികളൊക്കെ അങ്ങ് തുടങ്ങി. ഒരു പണിയും ചെയ്തിട്ടില്ല കേട്ടോ.
രാവിലെ തന്നെ വെപ്പ് പരിപാടിയും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പിന്നെ നമുക്ക് മറ്റുള്ള പണികളൊക്കെ സാവധാനം ചെയ്താൽ മതി. ഏട്ടൻ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗം കിച്ചൺ വർക്കൊക്കെ കഴിച്ചത് കേട്ടോ. ഇനി ഒരുപാട് അലക്കാനുണ്ട്, റൂം അടിച്ച് വരാനുണ്ട്, പിന്നെ വാഷ് ചെയ്യാനുണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒത്തിരി പണിയുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പുറത്തിരുന്ന സമയത്തായിരുന്നു കിളികൾ വന്നിട്ട് ഇങ്ങനെ സീതപ്പഴം കൊത്തി തിന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, ആ സീതപ്പഴം ഒന്ന് പറിച്ച് വെച്ചിരുന്ന് നമുക്ക് കഴിച്ചൂടെ, കിളികൾക്കുള്ള ഒരു 4-5 എണ്ണം മാത്രം മരത്തുമ്മ വെച്ചിട്ട് ബാക്കിയൊക്കെ പറിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പറിക്കുന്ന തിരക്ക്